സുഹൃത്തെ, കാലങ്ങളായിട്ട് മെഡിറ്റേഷൻ, അഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജീവിതം വേറെ എങ്ങോട്ടോ പോകുന്നു. വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? നേരിട്ട് കാര്യത്തിലേക്ക് വരാം. ഇത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പാരൻസിൻ്റെ അടുത്ത് നിന്ന്, നിങ്ങൾ ജീവിച്ച സൊസൈറ്റീൻ്റെ അടുത്ത് നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, അങ്ങനെ പലരിൽ നിന്ന്. ഇത് നിങ്ങൾ കാലങ്ങളായിട്ട് സ്റ്റോറായി കിടക്കുകയാണ്. ഇത് നിങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഈസി ആയിട്ട് മായ്ക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ ട്രോമകൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിലേ പുതിയ വേർഡ്സുകളും ഡയലോഗുകളൊക്കെ നിങ്ങളിലേക്ക് സ്റ്റോർ ആവും. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ അഫർമേഷനിൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ബെസ്റ്റാണ്, ഞാൻ റിച്ചാണ്, ഞാൻ റിച്ചായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ പണക്കാരനായിക്കൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക, അല്ലേ? പക്ഷേ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള പവർ നിങ്ങളുടെ എനർജി ഫീൽഡിൽ ഇല്ലെങ്കിലോ, നിങ്ങളുടെ എനർജി ഫീൽഡ് കുറച്ച് വീക്കാണെങ്കിലോ, ഇവിടെ നിങ്ങളുടെ ബോഡിയിലുള്ള വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ചെറുപ്പകാലത്ത് എന്തൊക്കെയോ ചില നെഗറ്റീവ് പ്രോഗ്രാമുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് ഇന്നും ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡായിട്ട് നിങ്ങൾ കിടക്കുകയാണ്. ആ വീക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ നിങ്ങൾ മായ്ച്ചു കളയാതെ ഒരു പോസിറ്റീവ് ഫീൽഡ് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വേറിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ വെള്ളവും എണ്ണയും പോലെ അതിങ്ങനെ വേറെ ആയിട്ട് നിൽക്കും. അതായത് അങ്ങനെ ഒരു നെഗറ്റീവ് ട്രോമ മാഗ്നറ്റിക് ഫീൽഡിനെ മായ്ച്ചെടുക്കേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറേ കൂടെ സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ ചെറുപ്പകാലത്തിലേക്കൊന്ന് ഇറങ്ങാം. നിങ്ങളുടെ ഒരു 6 വയസ്സ് വരെയുള്ള ടൈമിലേക്ക്. അന്ന് നിങ്ങൾ നല്ല എനർജറ്റിക് ആയിരിക്കും, എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല ലൈഫിൽ. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞും കേട്ടും നിങ്ങളിലേക്ക് കയറിപ്പോരുന്നുണ്ട്. ഇത് നിങ്ങളുടെ കൗമാരം വരെ, നിങ്ങളൊരു 10ാം ക്ലാസ്സിലും +2 പഠിക്കുന്നത് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളിൽ സംഭവിച്ച ട്രോമകളെ, നെഗറ്റീവ് പ്രോഗ്രാമുകളെ മായ്ക്കാതെ പുതിയ പോസിറ്റീവ് പ്രോഗ്രാമുകളായിട്ടുള്ള അഫർമേഷനുകളോ മെഡിറ്റേഷൻ രീതികളോ നിങ്ങളിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതായത് നിങ്ങളുടെ 25ാം വയസ്സിൽ നിങ്ങൾ പറയാണ്, എന്നിലേക്ക് കുറേ പണം എത്തിക്കൊണ്ടിരിക്കുന്നു, നല്ല പൊസിഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പോസിറ്റീവായിട്ട് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൗമാരം വരെയുള്ള ട്രോമ ഈ പുതിയ പോസിറ്റീവ് വാക്കുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ നെഗറ്റീവിൻ്റെ സ്വാധീനം കുറഞ്ഞെങ്കിലല്ലേ നമ്മൾ പോസിറ്റീവായിട്ട് അഫർമേഷൻ കൊടുക്കുന്നതിലും മെഡിറ്റേഷൻ ചെയ്തതിലൊക്കെ കാര്യമുള്ളൂ. ഇതാണ് നമ്മളുടെ ഈ വീഡിയോയുടെ കോർ പോയിൻ്റ്. സുഹൃത്തെ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമകളെ മായ്ക്കാതെ ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻസും പോസിറ്റീവ് ചിന്തകളും നിങ്ങളിലേക്ക് കൊടുത്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പഴയ കാലത്തിനെ പ്യുവർ ആക്കാതെ ഇതിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പറയാം. എങ്ങനെ നിങ്ങളുടെ പഴയകാല ട്രോമകൾ ഒഴിവാക്കി നിങ്ങളുടെ മൈൻഡിൻ്റെ മാസ്റ്ററായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിലുള്ള 1-2 ടെക്നിക്കുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിലൊന്നാണ് ഫോർഗീവ്നെസ് പ്രാക്ടീസ്. ഞാൻ ഇതിന് മുമ്പ് ഫോർഗീവ്നെസ് പ്രാക്ടീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്ത് കാണുക. അതിൽ പറഞ്ഞ രീതിയിൽ 21 ദിവസം നിങ്ങൾ എഴുതി വെക്കുക. എന്താ എഴുതേണ്ടത്? നമുക്ക് പ്രശ്നങ്ങൾ തന്ന ആളുകളോട് പുറത്ത് കൊടുക്കുന്ന കുറച്ച് ഡയലോഗുകൾ. നിങ്ങൾ എഴുതേണ്ട 5 ഡയലോഗുകൾ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ പുറത്ത് കൊടുക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ചില ആളുകളൊന്നും ഇങ്ങനെ എഴുതാൻ തയ്യാറാവില്ല. കാര്യം, നിങ്ങളെ മറ്റുള്ളവർ ആ സമയത്ത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകൾ നിങ്ങളുടെ മൈൻഡിൽ തറഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും അവരുടെ തടവറയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളുടെ മൈൻഡിനെ മാസ്റ്റർ ആവാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫോർഗീവ്നെസ് എഴുതുന്നതോടുകൂടി നമ്മളെല്ലാവരെയും ഫ്രീ ആക്കി വിടുകയാണ്. നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഒരാൾക്കും നിങ്ങൾ ചാൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ് ട്രോമകൾ ഒഴിയുന്നു. അവിടെ നിങ്ങൾ പ്യൂരിഫൈ ആവുകയാണ്, അവിടെ നിങ്ങൾ പ്യുവർ ആവുകയാണ്. പിന്നെയുള്ള നിങ്ങളുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നിങ്ങളാണ്. ഇങ്ങനൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ മെഡിറ്റേഷനും പോസിറ്റീവ് അഫർമേഷൻസിനും പോസിറ്റീവ് തോട്ട്സൊക്കെ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് വർക്കാവും. അതായത് നിങ്ങൾക്കിപ്പോൾ വർക്കാവുന്നില്ലെങ്കിൽ എന്തൊക്കെയോ ട്രോമകൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ടെക്നിക്ക് മാത്രമാണ്. രണ്ടാമത്തെ ടെക്നിക്ക് ട്രോമ ഹീൽ ചെയ്യുന്ന മെഡിറ്റേഷനുകളാണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനും അഫർമേഷനൊന്നും വർക്കാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം, ഒരു ചിന്ത അധികം നിങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ട.
അതിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമകൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് നല്ലൊരു ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു. നിങ്ങളുടെ പ്രയാസങ്ങൾ എനിക്ക് മെയിൽ അയക്കാം. ഞാൻ കഴിയുന്നത് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.